വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്ന രീതി ജനാധിപത്യ പ്രവർത്തനത്തിന് ഭൂഷണമല്ല സാർ. സാർ, ഇവിടെ ബഹുമാന്യനായ മന്ത്രി മറുപടി പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചു, നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ പലതും പ്രതിപക്ഷാംഗങ്ങളുടെ മണ്ഡലങ്ങളിലാണ്. സാർ, അവർക്ക് ബെഞ്ചിലടിച്ച് അതിന് അഭിവാദ്യം ചെയ്യാൻ കഴിയില്ല, പക്ഷേ കൈയടിക്കാനെങ്കിലുമുള്ള അവസരം അങ്ങ് നൽകണം സാർ. എന്റെ ചോദ്യം സാർ, വി പാർക്കുകൾ സമീപ കാലയളവിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനമാണ്. എത്ര വി പാർക്കുകളുടെ നിർമ്മാണം ഈ വർഷം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് സാർ ചോദ്യം. സാർ, ഇത് പറയുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തോട് നന്ദി പറയുകയാണ് സാർ. ഇന്നലെ മിനിഞ്ഞാന്ന് തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഒരു വി പാർക്കുമായി ബന്ധപ്പെട്ട ചർച്ച വിജയകരമായി പൂർത്തീകരിച്ചു സാർ. അത് പറയുമ്പോൾ അങ്ങയുടെ മുഖത്തെ സന്തോഷം എനിക്ക് കാണാൻ സാധിക്കുന്നു സാർ. ഇന്നലെയാണെങ്കിൽ പറ്റില്ലായിരുന്നു, ബാനറായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുന്നു സാർ. തലശ്ശേരിയിൽ മനോഹരമായ ഒരു വി പാർക്ക് വരാൻ വേണ്ടി പോകുന്നു സാർ. അതിന് മുൻകൈയെടുത്ത് PWD സഹകരിച്ച് അങ്ങയോടും പ്രത്യേകം ഇവിടെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കേരളത്തിൽ സാധ്യമാകുന്ന എല്ലായിടത്തും വി പാർക്കുകൾ സ്ഥാപിക്കാനുള്ള ഇടപെടൽ നടത്തും. അത് ഭരണകക്ഷി എന്നില്ല, പ്രതിപക്ഷമെന്നില്ല, ആര് പറഞ്ഞാലും അതിനോട് എല്ലാ നിലയിലും സഹകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് NOC നൽകാൻ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ഈ സഭയെ അറിയിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, വി പാർക്ക് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയാകുന്ന ജില്ലകളിൽ ഒന്നാണ് സർ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയുടെ നഗരമധ്യത്തിൽ തന്നെ നിരവധി പാലങ്ങൾക്കടിയിൽ വി പാർക്ക് പദ്ധതി അതിമനോഹരമായി നടപ്പിലാക്കാൻ കഴിയാകുന്ന സാധ്യതകളുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വളരെ പരിചയമുള്ള നഗരം കൂടി ആയതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ നാട് കൂടി ആയതുകൊണ്ട്, എങ്ങനെ നമുക്ക് ഭാവനാപൂർവം കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പാലങ്ങൾക്കടിയിൽ വി പാർക്ക് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയും? അതിനായി ഏതെങ്കിലും നിലയിലുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടോ? സാർ, അതിന് എല്ലാ നിലയിലും നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് സാർ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇരവിപുരം മണ്ഡലത്തിലെ വി പാർക്ക് പൂർത്തീകരിച്ചു. രാത്രി 2 മണി 3 മണി വരെയൊക്കെ അവിടെ ആളാണ് സാർ. നല്ല നിലയിൽ ആളാണ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് അവർ ബഹളം വെക്കുന്നത്, നെഗറ്റീവായിട്ടല്ല. വളരെ പോസിറ്റീവായി പാട്ടുപാടിയും അതുപോലെ തന്നെ അവിടെ ഷട്ടിൽ കളിച്ചും ഒക്കെ തന്നെ ഒരു വലിയ ആഹ്ലാദം അവിടെ പങ്കുവെക്കുകയാണ് സാർ. അപ്പോൾ അതുപോലുള്ള വി പാർക്കുകൾ നമുക്ക് ഇനി ആരംഭിക്കാം. അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്.